വെൽക്കം ടു മീനൂസ് വൈബ്സ് ഒൺലി. ഇന്ന് നമ്മൾ ഒരു സൂപ്പർ എക്സൈറ്റിംഗ് പ്ലേസിലാണ് ഉള്ളത്. എവിടെയാണെന്നറിയോ? ദുബായിലെ ഗ്ലോബൽ വില്ലേജിൽ. സോ ലെറ്റ്സ് ഗോ. മെയിൻ എൻട്രൻസ് ക്രോസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മിനി വേൾഡിൽ പോയ ഒരു ഫീലാണ്. 90-ലധികം രാജ്യങ്ങളുടെ പവലിയനുകൾ ഇവിടെ കാണാൻ പറ്റും. വായി നോക്കി നിന്നപ്പോഴേ ഞാൻ ഏഷ്യയിലേക്ക് എത്തിയ കാര്യം ഞാനങ്ങ് വിട്ടുപോയി. ഇത് തന്നെ കാണുന്ന അവരുടെ ട്രഡീഷണൽ ജ്വല്ലറീസ് ആണ്. പിന്നെ നമ്മൾ ട്രൈ ചെയ്യാതെ വിടുവോ? ഷോഫൊക്കെ കാണിച്ച് ഇവനാണ് നല്ല അടിപൊളി സ്മാർട്ട് ആട്ടോ. ബാർഗൈനിങ് ചെയ്യാൻ നോക്കിട്ട് പറ്റിയില്ല. കൊച്ചിനറിയാം, മലയാളം അറിയാം, പറ്റിക്കാൻ നോക്കണം തിരിച്ച് നമ്മളോട്. എന്താ അല്ലേ? നമുക്ക് വേറൊരു ഷോപ്പ് കിട്ടി. ഇവിടെ നല്ല കത്തിക്കലൊക്കെ കത്തിക്കുന്നുണ്ട് കേട്ടോ. വേറൊരു ട്രഡീഷണൽ മാല എന്ന് പറഞ്ഞിട്ടൊരു മാലയൊക്കെ എടുത്ത് തന്നു. അത് നാട്ടിലിട്ടാലേക്കാ കൊത്തിക്കാവിലെ രേവതിയെ കണക്കിരിക്കും. 2 നിറംസിനും ഒക്കെ ഇവിടെ മാലയും കമ്മലും ഉണ്ട് കേട്ടോ. ഇതെന്താ ഒരു വെറൈറ്റി ഐറ്റം ബാഗാണ്. മലയാളിയാണെന്ന് തോന്നി അടുത്ത് ചെന്നു. ചേട്ടൻ മലയാളം അത്ര അറിയില്ല. ഫ്ലേവേഴ്സിലുള്ള തേനാണ് കേട്ടോ. പുള്ളിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു നമ്മൾ വാങ്ങാനൊന്നും അല്ലെന്ന്. അതുകൊണ്ട് തന്നെ വലിയ മൈൻഡും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് എടുത്തെടുത്ത് നമ്മളെന്തിനാ നിൽക്കുന്നത്? ഇതേ ഒരു ചേട്ടൻ ചിരിച്ചോണ്ട് നിൽക്കുന്നു. അങ്ങോട്ടൊന്ന് കയറി നോക്കിയാലോ? കടയിലാണെങ്കിൽ കത്തി പിച്ചാത്തി തുടങ്ങിയ മാരകായുധങ്ങളേ ഉള്ളൂ. ഇതാണ് ഞാൻ നോക്കി നടന്ന സെക്ഷൻ. ഡ്രസ്സ് അതെന്റെ ഒരു വീക്ക്നെസ് ആണ്. എത്ര കണ്ടാലും മതി വരില്ല, എത്ര വാങ്ങിയാലും കൊതി തീരില്ല. ഞാൻ പരിധി നടക്കുകയാണ്. എനിക്ക് പറ്റിയൊരു കിടിലൻ ഐറ്റം കണ്ടുപിടിച്ചിട്ട് ഇനി ഞാൻ ഇവിടുന്ന് പോകും. അല്ലെങ്കിൽ കുറേ കാണുമ്പോൾ ഏത് വേണമെന്നൊരു കൺഫ്യൂഷൻ അതെനിക്ക് മാത്രമായിരിക്കില്ലല്ലോ. അടിപൊളി കളക്ഷൻസ് ആട്ടോ, അത് പറയാതെ വയ്യ. ഡ്രസ്സാണെങ്കിലും ജൂവലേഴ്സ് ആണെങ്കിലും അയ്യോ എനിക്ക് അറിയില്ല, എനിക്ക് പ്രാന്തായിരിക്കും ഇവിടെ. എന്നെ പോലുള്ള ഷോപ്പിംഗ് പ്രാന്തികൾ ദുബായിലുണ്ടെങ്കിൽ ഗ്ലോബൽ വില്ലേജ് മസ്റ്റ് ആയിട്ടൊന്ന് വിസിറ്റ് ചെയ്തോളൂ കേട്ടോ, വെറുതെ ആവില്ല. എൻ്റെ ഫ്രണ്ട് സാലിയെ പോലൊരു ചേട്ടൻ. പക്ഷെ ചേട്ടൻ പറഞ്ഞ എനിക്കും ഞാൻ പറഞ്ഞ ചേട്ടനും മനസ്സിലായില്ല. അതുകൊണ്ട് കൂടുതൽ നേരമൊക്കെ ചിരിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു. കാലൊക്കെ വേദനിച്ചു തുടങ്ങിയേ. കുറേ സമയം എല്ലാവരും നടക്കുന്നു. ചോക്ലേറ്റ് ഐസ്ക്രീം എവിടെ കണ്ടാലും ഞാനൊന്ന് ബാക്ക് വലിക്കും. വെറുതെ നിന്നപ്പോൾ എനിക്കൊരു ഹായ്. എന്നെ പോലെ നടക്കാൻ മടിയുള്ളവർക്കൊക്കെ പോകാൻ വണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ. കോൺസ്, നമ്മുടെ തമിഴ്നാടിന്റെ സ്വന്തം ചോളം. ഈ സ്റ്റാച്യു കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ന്യൂയോർക്ക് സിറ്റി ഓർമ്മ വരും അല്ലേ? ഞാൻ കുറച്ച് സമയം നോക്കി നിന്നു കേട്ടോ. കുഞ്ഞിലെ സിനിമയിലൊക്കെ ഇത് കാണുമ്പോൾ വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ്. ഭംഗിയുള്ള കുറെ വെറൈറ്റി ലൈറ്റ്സ്. ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ നാട്ടിൽ എക്സിബിഷനിലൊക്കെ എത്തിയൊരു വൈബാണ്. സെയിം അതേ ഫീൽ ആണ് കേട്ടോ ഇവിടെ. എല്ലാ രാജ്യത്തെയും ഡ്രസ്സിന്റെ ഷോപ്പ് കുറേ ഞാൻ കണ്ടു. അധികം ഇവിടെ ഡ്രസ്സിന്റെ ഷോപ്പാണ് ഞാൻ കണ്ടത്. എല്ലാം എന്ത് ഭംഗി, എന്ത് വെറൈറ്റി കളക്ഷൻസ് ആണെന്ന് അറിയാവോ? ഓരോ ഷോപ്പിന്റെ മുന്നിൽ പോയാലും നമ്മൾ അറിയാതെ ഒരു സെക്കൻഡ് സ്റ്റക്കായി നിന്ന് പോകും. അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് അത് അവർ പ്രസന്റ് ചെയ്തേക്കുന്ന പോലും. തായ്ലാൻഡ് നൈറ്റ് ആകുന്തോറും സാധാരണ റഷ് കുറഞ്ഞാ വരേണ്ടത്. ഇവിടെ നേരെ മറിച്ചാട്ടോ, ഇവിടെ റഷ് കൂടിയാ വരുന്നത്. കാലത്ത് ആഗ്രഹമായി ഞാൻ ചെന്ന് കയറിയത് ഏതോ ചൈനക്കാർ. ചേച്ചി കട്ട കലപ്പിലാണ്, മുട്ടാൻ നിൽക്കണ്ട, നമ്മളിപ്പോ സൗത്ത് ആഫ്രിക്കയിലാണ്, അത് ഓർമ്മ വേണം. ചേച്ചി എന്നെ ചീത്ത പറഞ്ഞു. അവരെന്നെ ചീത്ത പറഞ്ഞാൽ എന്താ? വേറൊരു ചേച്ചി എന്നെ വിളിച്ചോണ്ട് പോയി എൻ്റെ കൈയൊക്കെ കഴുകി ഭംഗിയാക്കി തരുന്നുണ്ട്. ഈ സൗത്ത് ആഫ്രിക്കക്കാരെല്ലാം മോശക്കാരെല്ലാം നല്ലവരും ഉണ്ട്. അടിപൊളിയായില്ലേ? വെളുത്തോ എൻ്റെ കൈ വെളുത്തോ? മെയ്ഡ് ഇൻ ജപ്പാൻ. അടിപൊളി. ചേച്ചി മുടി അടിക്കണോ? ഞെട്ടി ചേച്ചിയുടെ മുടി കണ്ട് ഞാൻ ഞെട്ടി നടക്കാല വയ്യ. അവിടെ ചെന്ന് ആര് വെള്ളം ചോദിക്കണ്ട, പൈസ കൊടുക്കാം. ഈജിപ്റ്റ് വരട്ടെ. ബഹ്റൈൻ. അടുത്തത് യമൻ. കുവൈറ്റ്. ഒറ്റയടിക്ക് എല്ലായിടത്തും പോയി. നടന്ന് ഞാൻ താഴ്ന്നു. സെയിം റിപ്പീറ്റ് കുറേ ഷോപ്പുകൾ തന്നെ ഇങ്ങനെ കണ്ട് കുറച്ച് എനിക്ക് ബോറടിക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഈ ടോയ്സ് ഒക്കെ കാണുമ്പോൾ കുട്ടികളെ പുറത്ത് കൊണ്ടുപോകാൻ റെഡിയാക്കി എടുത്തിരിക്കുന്ന പോലെ ഉണ്ട്. അത്രയ്ക്ക് ഒറിജിനാലിറ്റി ഉണ്ട് കേട്ടോ. കുറേ വെറൈറ്റീസ് ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ കാണാത്ത കുറേ വെറൈറ്റി നട്ട്സ് ഉണ്ട് കേട്ടോ. വീണ്ടും ഏതൊക്കെയോ നോക്കാൻ വയ്യ. അതേ വേറെ ഏതൊക്കെയോ സ്പോട്ടിലെത്തി. കുറേ ലൈറ്റ്സ് ഒക്കെ ഇവിടെയും ഉണ്ട്. ട്രഡീഷണൽ ഇപ്പോൾ ഈ ലൈറ്റ്സ് ഒക്കെ കാണുമ്പോൾ ഫസ്റ്റ് കണ്ട എക്സൈറ്റ്മെന്റ് ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട്. നടന്നൊട്ടും വയ്യ. ഇനിയും ഒരുപാട് കാണാനുണ്ട് കേട്ടോ ഇവിടെ. പക്ഷേ നമുക്ക് മടുത്തു. അപ്പോൾ ഇന്ന് നമ്മുടെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിച്ചാലോ?
നമ്മുടെ പുതിയ ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും പുതിയ കുറേ വീഡിയോസുമായി നമുക്ക് കാണാം. അതായിരിക്കും ബൈ.